അപ്പോൾ പ്രധാനമായും ഇന്നത്തെ പത്രവാർത്തകളിലേക്ക് പെട്ടെന്ന് കടന്നാൽ കൊച്ചിയിലെ തീരത്ത് നിന്നും ഏകദേശം ഒരു 38 നോട്ടിക്കൽ മൈൽ അകലെ ഇന്നലെ ഒരു കപ്പൽ ചെരിഞ്ഞ വാർത്ത നമ്മൾ ആദ്യം സംപ്രേഷണം ചെയ്തിരുന്നു, പ്രേക്ഷകരെ അറിയിച്ചിരുന്നു. കൊച്ചി പുറംകടലിൽ കപ്പലപകടം, കടലിൽ ഒഴുകി കണ്ടെയ്നറുകൾ എന്നതാണ് മനോരമയുടെ പ്രധാനപ്പെട്ട വാർത്തയെ നൽകിയിരിക്കുന്നത്. നമ്മൾ ഇന്നലെ വിശദമായി തന്നെ ഈ വാർത്ത കൈകാര്യം ചെയ്തിരുന്നു. എപ്പോഴാണ് കപ്പൽ എത്തിയത്, എവിടെ നിന്നാണ് എത്തിയത്, അത് വിഴിഞ്ഞത്ത് നിന്നാണ് എത്തിയത്, എപ്പോഴാണ് ചെരിഞ്ഞത്, 1:25-നാണ്, എന്തൊക്കെയാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്, 400 കണ്ടെയ്നറുകളാണ്, എവിടെ നിന്നാണ് കപ്പൽ വന്നത്, അത് ശ്രീലങ്കയിൽ നിന്ന് വന്നതാണ്, കപ്പൽ ആരുടേതാണ്, അത് ലൈബീരിയയിൽ നിന്ന് വന്ന കപ്പലാണ്. ഈ കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ആ വിശദാംശങ്ങളൊക്കെ ഇന്നിപ്പോൾ പത്രങ്ങളിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. MSC എൽസ 3 ചരക്ക് കപ്പൽ കൊച്ചിയിൽ നിന്ന് 70 കിലോമീറ്റർ, ഏകദേശം 38 നോട്ടിക്കൽ മൈൽ അകലെയാണ് ചെരിഞ്ഞത്. 26 ഡിഗ്രിയോളം ചെരിഞ്ഞു കിടക്കുകയാണ്. കപ്പൽ പൂർണ്ണമായിട്ടും മുങ്ങിയിട്ടില്ല. നമ്മൾ ആദ്യം അല്പം ഭയന്നു. 6-8 കണ്ടെയ്നറുകളാണ് കപ്പലിൽ നിന്ന് കടലിലേക്ക് വീണത് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ കണ്ടെയ്നറുകൾ ഒഴുകി നടക്കുന്നുണ്ട്. തീരങ്ങളിൽ ശ്രദ്ധിക്കണം എന്നുകൂടി പത്രത്തിലുണ്ട്. 21 പേരെ രക്ഷിച്ചു, അല്ല 24 പേരെയും രക്ഷിച്ചു എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. 400-ലേറെ കണ്ടെയ്നറുകൾ കപ്പലിൽ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം. ഇതിൽ അപകടകരമായ വസ്തുക്കളുള്ള കണ്ടെയ്നറുകൾ തന്നെയാണോ കടലിൽ വീണത് എന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. കണ്ടെയ്നറുകളിൽ നിന്ന് എണ്ണയുടെയും അപകടകരമായ വാതകങ്ങളുടെയും ചോർച്ചയ്ക്കിടയുണ്ടെന്നും ജാഗ്രത പാലിക്കണമെന്നുമാണ് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയത്. മത്സ്യബന്ധന ബോട്ടുകളും മറ്റും ഇവയുടെ അടുത്തേക്ക് പോവുകയോ തൊടുകയോ ചെയ്യരുത് എന്നും മുന്നറിയിപ്പുണ്ട്. പ്രത്യേകം അത് ശ്രദ്ധിക്കുക. കാര്യം ഇന്നും നാളെയൊക്കെ ആയിട്ടായിരിക്കും തീരപ്രദേശത്തേക്ക് ചിലപ്പോൾ വരിക. മാത്രമല്ല മുന്നറിയിപ്പ് കിട്ടിയാലും മുന്നറിയിപ്പല്ലേ നന്ന് തൊട്ടേക്കാമെന്ന് വിചാരിക്കുന്ന കുറച്ച് ആൾക്കാർ അങ്ങനെ പോയി തുടരരുത്. പലതും ഈ ലോ സൾഫർ മറൈൻ ഓയിലൊക്കെയാണ് പലതിലും ഉള്ളത്. അത് തൊടുന്നത് കൊണ്ട് എന്താ കുഴപ്പമെന്ന് നിങ്ങൾ നോക്കരുത്, പരീക്ഷിച്ച് നിൽക്കരുത്. എന്താണ് ആ കണ്ടെയ്നറുകളിൽ ഉള്ളത് എന്ന് നമുക്കറിയില്ല. അത് കൃത്യമായി തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വൻ സുരക്ഷാ പ്രശ്നം കൂടിയാണ്. കാരണം ഈ കണ്ടെയ്നറുകൾ ഇങ്ങനെ ഒഴുകി നടക്കുമ്പോൾ കപ്പൽച്ചാലിലെ മറ്റ് ബോട്ടുകൾ വന്നിടിക്കാനും ഷിപ്പുകൾ വന്നിടിക്കാനുമുള്ള സാധ്യത കൂടിയുണ്ട്. എന്തായാലും അനർത്ഥങ്ങളൊന്നും സംഭവിക്കില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മാതൃഭൂമിയുടെ മാതൃഭൂമിയുടെയും പ്രധാന തലക്കെട്ട് ഇത് തന്നെയാണ്. അറബിക്കടലിൽ കപ്പൽ ചെരിഞ്ഞു, തീരത്ത് ജാഗ്രത എന്നുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആരും തുടരുത് എന്നുള്ളത് ഒരു പ്രത്യേക കോളത്തിൽ ഒരു വാർത്തയായിട്ട് നൽകുകയും ചെയ്തിരുന്നു. മറ്റൊന്ന്, കായിക പ്രേമികൾക്ക് ഏറ്റവും ഇന്നലത്തെ പ്രധാനപ്പെട്ട വാർത്തയുണ്ടായിരുന്നു, ഗിൽ നയിക്കും എന്നുള്ളത്. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ പുതിയ ക്യാപ്റ്റനായി ശുഭ്മാൻ ഗില്ലിനെ നിയമിച്ചു എന്നുള്ളത്. അതായത് തലമുറ മാറ്റം. മാത്രമല്ല ഋഷഭ് പന്ത് വൈസ് ക്യാപ്റ്റനായിട്ട് വരുന്നു, ശുഭ്മാൻ ഗിൽ ക്യാപ്റ്റനായിട്ട് വരുന്നു. വലിയ മാറ്റമാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. അതായത് ഇന്ത്യയുടെ ഒരു പ്രൈം ഗ്ലോറിയിൽ നിന്നിരുന്ന സമയത്തുള്ള താരങ്ങളെല്ലാം ഏറെക്കുറെ റിട്ടയർ ആയി കഴിഞ്ഞു. പുതുമുഖ ഇനി പുതിയൊരു ജനറേഷൻ അവരാണിനി ഈ വരും കാലങ്ങളിൽ അവരാണിനി ക്രിക്കറ്റ് നയിക്കുന്നത്. കാര്യം ടെസ്റ്റ് ക്രിക്കറ്റ് ആണ് ക്രിക്കറ്റിലെ ഏറ്റവും ക്ലാസിക് ആയിട്ടുള്ള രൂപം. അപ്പം ആ ക്ലാസിക് രൂപത്തെ നയിക്കാൻ വരുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. കാണാറുണ്ടോ? ഇരുന്ന് കാണാറുണ്ടോ? ഉണ്ടായിരുന്നു പണ്ട്. പക്ഷെ ഇപ്പോ 2020 പോലും കാണാനുള്ള സമയം ചിലപ്പോൾ കാണാൻ പറ്റും. ഞാൻ 5 ദിവസം ഇരുന്ന് കാണാറുണ്ട്. നല്ല രസമാണ്. ക്ലാസിക് ആണ്. ക്രിക്കറ്റ് ആസ്വദിക്കുന്നവർക്ക് ശരിക്കും ടെസ്റ്റ് ക്രിക്കറ്റ് ആണ് ആസ്വദിക്കാൻ കഴിയുക. കാലവർഷത്തെക്കുറിച്ചുള്ള വാർത്തയുണ്ട്. കാലവർഷം നേരത്തെ എത്തി. ഇനി 4 മാസം മഴ എന്നാണ് മനോരമയുടെ തലക്കെട്ട്. 4 മാസം അല്ലേ? അപ്പൊ അത് കഴിയുമ്പോഴേക്ക് പിന്നെ അതല്ല, 4 മാസം ചൂട് കഴിഞ്ഞിട്ട് 4 മാസം മഴയിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു. പക്ഷെ ഇത്തവണ ചൂടുണ്ടായിരുന്നെങ്കിലും ചൂടുണ്ടായിരുന്നു. ചിലയിടങ്ങളിലൊക്കെ വലിയ ചൂടായിരുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ടായിരുന്നു. വേനൽ മഴയുണ്ടായിരുന്നു, ധാരാളമായി കിട്ടി. ഇത്ര നേരത്തെ മഴ എത്തുന്നത് 2009 ശേഷം ഇതാദ്യമാണ്. എന്ന് പറഞ്ഞാൽ 16 വർഷമായി. 2009 നേരത്തെ മഴ എത്തിയത്. 8 ദിവസം. ഈ മാസം 27 എത്തുമെന്ന പ്രവചനം തെറ്റിച്ചുകൊണ്ട് കേരളത്തിൽ കാലവർഷം തുടങ്ങി. 16 വർഷത്തിനു ശേഷമാണ് ഇത്രയും നേരത്തെ കാലവർഷം തുടങ്ങുന്നത്. ഇനി 4 മാസം നീളുന്ന മഴക്കാലം. കഴിഞ്ഞ വർഷം മെയ് 30 കാലവർഷം എത്തിയത്. 5 ദിവസം അതിതീവ്ര മഴയായിരിക്കും എന്ന് കൂടി പറയുന്നു. ഒരു ദിവസം പെയ്ത മഴയിൽ തന്നെ പല കെടുതികളും റിപ്പോർട്ട് ചെയ്തു. ദേശാഭിമാനിയിലെ പ്രധാനപ്പെട്ട ലീഡും കാലവർഷമാണ്. കാലവർഷം 8 ദിവസം മുമ്പേ കനത്ത ജാഗ്രത. ഇതാണ് ദേശാഭിമാനിയുടെ തലക്കെട്ട്. ഈ കാലവർഷം മുമ്പേ എത്തുന്നത് 16 വർഷത്തിന് ശേഷമാണെന്ന് എഴുതുന്നുണ്ട്. വാർത്ത എങ്ങനെയാണ്? പതിവിലും 8 ദിവസം മുൻപേ കേരള തീരം തൊട്ട കാലവർഷം ഒറ്റ ദിവസം കൊണ്ട് തന്നെ സംസ്ഥാനത്താകെ പെയ്തിറങ്ങി. കനത്ത കാറ്റ് വീശിയടിച്ചതോടെ സംസ്ഥാനത്ത് ജാഗ്രത പ്രഖ്യാപിച്ചു. അടുത്ത 7 ദിവസം ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭ്യർത്ഥിച്ചു. മനോരമയിൽ ഈ കുട്ടിയെ മർദ്ദിക്കുന്ന വീഡിയോ ഇന്നലെ റിപ്പോർട്ടർ ടിവിയാണ് ആദ്യം പുറത്തുവിടുന്നത്. അർജുൻ കല്യാട് ആ പുറത്തുവിടുന്ന സമയത്ത് പല ആളുകളെ സംശയിച്ചു ഇത് ഫേക്ക് ആണോ. പക്ഷെ നമ്മൾ കൃത്യമായി പ്രാങ്ക് വീഡിയോ എന്ന് പറഞ്ഞാണ് വന്നത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് മടിച്ചു. പക്ഷെ നമ്മൾ ആ വീട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് അത് പ്രാങ്ക് വീഡിയോ അല്ലെന്ന് പറഞ്ഞത്. ആ വീഡിയോ ഇന്നലെ പുറത്തു വന്നു. റിപ്പോർട്ടർ ടിവി അർജുൻ കല്യാട് ഉറച്ചു നിന്നുകൊണ്ട് തന്നെ അത് റിപ്പോർട്ട് ചെയ്തു. ആ വീഡിയോയിലുള്ള ദൃശ്യങ്ങൾ അത് ബാലാവകാശ നിയമത്തിനും BNS പല വകുപ്പുകൾക്കും
വാർത്തകൾക്കും എതിരാണ് എന്നുള്ളത് മനസ്സിലാക്കി. പക്ഷേ പോലീസ് അപ്പോഴും അത് വിശ്വസിച്ചിരുന്നില്ല. നമ്മുടെ വാർത്ത പുറത്തു വന്നു, പോലീസ് കേസെടുത്തു. ഇപ്പോൾ ഈ ചെറുപുഴയിൽ 8 വയസ്സുള്ള മകൾക്ക് നേരെ വാക്കത്തി ഓങ്ങി നിൽക്കുന്ന അച്ഛൻ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യമുണ്ട്. ആ ദൃശ്യം സഹിതമാണ് മനോരമ ആ വാർത്ത കൈകാര്യം ചെയ്തിരിക്കുന്നത്. പിതാവ് അറസ്റ്റിലായിരിക്കുന്നു. റിപ്പോർട്ടർ വാർത്തയെ തുടർന്ന് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത് ദ ഹിന്ദുവിലടക്കം ഇന്നലെ ഡൽഹിയിൽ വളരെ സുപ്രധാനമായ ഈ നീതി ആയോഗിന്റെ ഗവേണിംഗ് കൗൺസിലിന്റെ യോഗം നടന്നിരുന്നു. എന്താണ് നീതി ആയോഗിന്റെ ഗവേണിംഗ് കൗൺസിൽ? എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ പങ്കെടുക്കുന്ന കൗൺസിലാണ്, ഒരു യോഗമാണ് നീതി ആയോഗിന്റെ ഗവേണിംഗ് കൗൺസിൽ. പണ്ട് നമ്മുടെ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ എന്ന് പറയുന്നത് പോലെ ആ കൗൺസിലിന് പകരമാണ് നീതി ആയോഗിന്റെ ഈ നീതി ആയോഗ് ഗവേണിംഗ് കൗൺസിൽ ഉള്ളത്. അവിടെ മുഖ്യമന്ത്രിമാർ തന്നെ നേരിട്ട് പങ്കെടുക്കണം. മുഖ്യമന്ത്രി അല്ലാതെ മറ്റാർക്കും അതിൽ പങ്കെടുക്കാൻ കഴിയില്ല. ഇപ്പോൾ BVR സുബ്രഹ്മണ്യം അതിൻ്റെ CEO, അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല. കേരളം, അതേപോലെ കർണാടക, പുതുച്ചേരി, ബീഹാർ, ബംഗാൾ മുഖ്യമന്ത്രിമാർ പങ്കെടുത്തിരുന്നില്ല. ആ വാർത്തയാണ് ദ ഹിന്ദു വലിയ പ്രാധാന്യത്തോടു കൂടി ആദ്യ പേജിൽ തന്നെ നൽകുന്നത്. മോദി കോൾസ് ഫോർ സെൻട്രൽ സ്റ്റേറ്റ് സിനർജി. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഒരു സിനർജിക്ക് വേണ്ടി, ഒരു ഏകോപനത്തിന് വേണ്ടി, ഒരു ഏകതയ്ക്ക് വേണ്ടിയാണ് മോദി ഇന്നലെ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. നീതി ആയോഗ്സ് ഗവേണിംഗ് കൗൺസിൽ മീറ്റ് പ്രൈം മിനിസ്റ്റർ സീക്സ് കോർപ്പറേഷൻ ടു സ്പീഡ് അപ്പ് ഡെവലപ്മെന്റ്. വികസനം കൂടുതൽ വേഗത്തിലാക്കാൻ സംസ്ഥാനങ്ങളുടെ സഹകരണം ആവശ്യപ്പെട്ടു. ആ സ്റ്റേറ്റ് ടു ഡെവലപ്പ് വേൾഡ് ക്ലാസ് ടൂറിസ്റ്റ് ഹബ്സ്. ലോക നിലവാരത്തിലുള്ള ടൂറിസ്റ്റ് ഹബ്ബുകൾ ഉണ്ടാകാൻ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. സീക്സ് എ ഹയർ ഷെയർ ഓഫ് സെൻട്രൽ ടാക്സ് റവന്യൂസ്. പഞ്ചാബ് ബിമോൺ സ്റ്റെപ്പ് മദർലി ട്രീറ്റ്മെന്റ്. പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ പറഞ്ഞത് ചിറ്റമ്മ നയമാണ് തങ്ങളോട് സ്വീകരിക്കുന്നത് എന്നാണ് ഗവേണിംഗ് കൗൺസിൽ തുറന്നു പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി പങ്കെടുത്തിട്ടില്ല, കർണാടകയിൽ നിന്ന് പങ്കെടുത്തിട്ടില്ല, ബീഹാറിൽ നിന്നും പങ്കെടുത്തിട്ടില്ല. സ്വാഭാവികമായി മറ്റു ചില കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട ഒരു വാർത്തയായി മനോരമയിലുള്ളത് ദേശീയപാത നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞ് തൊഴിലാളി മരിച്ചു എന്നൊരു വാർത്ത കൂടിയുണ്ട്. പാലക്കാട് ആലത്തൂരിലാണ് ദേശീയപാത ഇടിഞ്ഞു താഴുന്ന ഒരു വാർത്തയും റിപ്പോർട്ട് ചെയ്തു. പലയിടങ്ങളിൽ നിന്ന് ദേശീയപാതയിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. മാധ്യമത്തിന്റെ വാർത്തയിൽ പ്രധാനമായിട്ടും ശുഭമാൻ ഗില്ല് നയിക്കും. അതേപോലെ മഴയെത്തി മുൻപേ കൊച്ചി തീരത്ത് ചരക്ക് കപ്പൽ ചെരിഞ്ഞു. റോഡിലേക്ക് വീണ വൈദ്യുതി പോസ്റ്റിൽ ബൈക്കിടിച്ച് പള്ളി ഇമാമിന് ദാരുണാന്ത്യം. ഷഹബാസ് വധക്കേസ് കുറ്റപത്രം സമർപ്പിച്ചു എന്നാണ് മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇന്നലെ കോടതി പറഞ്ഞത് ആ വാക്ക് ഉപയോഗിക്കരുത് എന്നാണ്. കുറ്റപത്രം എന്ന വാക്ക് ഉപയോഗിക്കരുത്, ജുവനയിലായതുകൊണ്ട് അന്വേഷണ റിപ്പോർട്ട് എന്ന് വേണം ഉപയോഗിക്കാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇന്ന് നിൽക്കുന്നത്. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത എന്നുള്ളതാണ് ഇന്നത്തെ വാർത്തയുടെ ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡ്.